VIP മൂവ്മെന്റ് ഒക്കെ വീഡിയോ എടുത്തേക്കാം. VIP മൂവ്മെന്റ് ആണ് 4:43 ഇതിനകത്തോട്ട് കയറ്റിക്കും. So they came, they saw. നീ ഇങ്ങോട്ട് ചേർത്തങ്ങാണ്. ഇത് ഒത്തിരി വണ്ടിയുള്ള റൂട്ടാണ്. അപ്പൊ വിശ്വഭാരതിയുടെ വകയായിട്ട് പ്രത്യേക സമ്മാനം, ക്രിസ്മസ് സമ്മാനം എല്ലാവർക്കും കൊടുക്കും. വിൽ ഡ്യൂറന്റിന്റെ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ടൈം. കുട്ടികൾക്ക് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം 10ലും 11ലും ഒക്കെ പഠിക്കുന്നവർക്ക് ഇച്ചിരി മെഡിറ്റേറ്റ് ചെയ്യാൻ ടാഗോറിന്റെ ഗീതാഞ്ജലി. ഈ 3 പുസ്തകങ്ങളാണ് വിശ്വഭാരതിയുടെ ഒരു ഫെയ്ത്ത് ക്രീഡ് എന്ന് തന്നെ പറയാം. അതൊക്കെ കൊടുക്കാൻ പോയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാവരും വിളിക്കും. Here, Lenu and Jisha. Sorry. എഴുതണ്ട വാക്കുകളൊന്നും കിട്ടുന്നില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 1900s ബിഗിനിങ്ങിൽ അമേരിക്കയിലാണ്. ഏരിയൽ വാസ് ഓൺലി 15 years old and Will was 27. അതാ അപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ച് 10ാം ക്ലാസ് അറിഞ്ഞെന്ന് പറയരുത് പ്രിൻസിപ്പളിനോട് കേട്ടോ. അച്ഛനെയൊക്കെ മനസ്സിളക്കുന്ന സമയമാ. അപ്പം സാറ് ഒരു വൈ കൊച്ചു പറഞ്ഞു, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. ഐ നോ ദാറ്റ് യു വിൽ ബി എ ഗ്രേറ്റ് പേഴ്സൺ. യു നീഡ് എ സ്പെഷ്യൽ ഗേൾ ടു സ്റ്റാൻഡ് വിത്ത് യു, വൺ ഹു ക്യാൻ ഷെയർ യുവർ വിഷൻ. ഐ എം എ സിമ്പിൾ പേഴ്സൺ ബട്ട് ഐ ക്യാൻ ഷെയർ യുവർ വിഷൻ. അങ്ങനെ അവര് തമ്മിൽ കെട്ടി. അടുത്ത വർഷം സാറ് സ്കൂളിൽ നിന്ന് രാജിയും വെച്ചു. ഇവിടെ 16ാമത്തെ വയസ്സിലെ കണ്ട കല്യാണം കഴിയുമ്പോഴേ കെട്ടി. അപ്പൊ ഇവർക്ക് പൈസയില്ല. അങ്ങനെ 1928 ഇദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് അങ്ങ് വേൾഡ് വൈഡ് ഹിറ്റായി. മില്യൺസ് ഓഫ് കോപ്പീസ് അങ്ങ് ചിലവായി അമേരിക്കയിൽ. അതോടെ ദേ ബിക്കെയിം സൂപ്പർ റിച്ച് ലൈക്ക്. പിന്നെ പുള്ളിക്ക് ജോലി വേണ്ട. അടുത്ത 60 വർഷം ഭാര്യയും ഭർത്താവും ഡെയിലി 10 മണിക്കൂർ വെച്ചിരുന്ന് പഠിച്ച് വേൾഡ് ഹിസ്റ്ററി, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ 11 വോളിയമായിട്ട് 60 വർഷം കൊണ്ടാണ് അവർ എഴുതിയത്. അത് വായിച്ചു തീർക്കാമോ? 11 വോളിയമാണ്. 11,000 പേജസ് ഉണ്ട്. ഞാനിപ്പോ അതിന്റെ 6th വോളിയം ഏജ് ഓഫ് റിഫർമേഷൻ ആയിക്കൊണ്ടിരിക്കും. ഓഡിയോ ബുക്ക് അവൈലബിൾ ആണ്. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ഗ്രേറ്റ് സ്റ്റോറിയാണ് വിൽ ഡ്യൂറന്റ് ആൻഡ് ഏരിയൽ ഡ്യൂറന്റ്. അവർക്ക് ആദ്യത്തെ കുഞ്ഞ് ഈതൻ ഒരു പെങ്കൊച്ചായിരുന്നു. രണ്ടാമതൊരു ആൺകുച്ചിനെ അവര് ദത്തെടുത്തു. സമയമില്ല അവർക്ക്, പഠിക്കാനേ സമയമുള്ളൂ. അങ്ങനെ വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻ ഫൗണ്ടേഷൻ ആണ്. അവരുടെ മരണത്തെ പറ്റി പറയാം. 1981 81 82 ആണ് വില്ല് മരിക്കുന്നത്. അപ്പൊ വിൽ ഡ്യൂറന്റിന് അസുഖം വന്നു. അപ്പൊ ഹി വാസ് 96 years old. ഏരിയൽ വാസ് 82 83. അപ്പം വിൽ വാസ് particularly ill and he was admitted in ICU and the doctor said he will die soon എന്ന് പറഞ്ഞു. Ariel stopped food intake. I don't want to live in a well without my husband. The system is in India is called Sati system. You won't believe it. Sati was performed by Ariel Durant in 1982 in America. അത് ഇന്ത്യക്കാരുടെ ഒരു ബാഡ് റിച്വലായിട്ടൊന്നും നിങ്ങൾ ആ സ്ത്രീ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ഇൻ എ വേൾഡ് വിതൗട്ട് മൈ ഹസ്ബൻഡ് ആൻഡ് ഷീ ഡൈഡ് ഫസ്റ്റ്. സെൽഫ് സ്റ്റാർവേഷനിൽ 12 ദിവസത്തിനുള്ളിൽ ഇവര് മരിച്ചു. അപ്പൊ വില്ല് മരിച്ചിട്ടില്ല. അപ്പൊ മോള് വന്ന് പറഞ്ഞു, ഒരിക്കലും പറയല്ല അപ്പനത് എന്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നപ്പം മരിക്കുന്നു. അപ്പം വൈറ്റ് ഐശ്വര്യനകത്ത് TV ഉണ്ടായിരുന്നു. ടിവിക്കകത്ത് ന്യൂസ് വന്നു, നോട്ടഡ് ഹിസ്റ്റോറിയൻ ഏരിയൽ ഡ്യൂറന്റ് പാസ്ഡ് അവേ. അതായത് ലോക ചരിത്രത്തിൽ ഭാര്യയുടെ മരണം TV കൂടെ അറിഞ്ഞ അപൂർവ ഒരു വ്യക്തിയാണ് വിൽ ഡ്യൂറന്റ്. പിന്നെ വില്ല് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. വിക്കിപീഡിയയിലുണ്ട് വിൽ ഡ്യൂറന്റ് ഏരിയൽ ഡ്യൂറന്റ് സ്റ്റോറി, വായിക്കണം.
ആരോട് പറയാം? ഒക്കെ നടത്തി താടിയൊക്കെ വളർത്തി ഞാൻ അവിടെ ധ്യാനിച്ചിരിക്കും. ടാഗോറിന്റെ സെക്കൻഡ് പാർട്ട് ആകാനുള്ള ശ്രമം കുളമാക്കി ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമം എന്ന് പറഞ്ഞു. അന്നപ്പോ ഈ അളിഞ്ഞ ഡയലോഗ് വരില്ല പണ്ടാക്കി രാജ്യനാണ്. എനിക്കതുകൊണ്ട് ഇവന്റെയൊക്കെ ഈ സമയത്തും അസമയത്തും ഡയലോഗ് അടിച്ചോളൂ. അന്നത്തെ കോച്ചായിട്ട് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു, ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ വിനോദുണ്ട്, സൗമ്യയുണ്ട്, ജുവാനുണ്ട്, അമല്യയുണ്ട്. ഇവർക്ക് വിശ്വഭാരതിയുടെ പേരൻസിന് അമൂല്യമായ ദ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ഓഫ് ഐഡിയാസ് ഓഫ് ഓൾ ടൈം. അത് കുട്ടികൾക്ക് കൂടെ ഉള്ളതാണ്. ഭാവിയിൽ വായിച്ചോളാം. താങ്ക് യു. കുട്ടികൾക്ക് രണ്ടുപേർ കൂടെ ഇനി അങ്ങോട്ട് പോവാം. രണ്ടുപേർ കൂടെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഇതെല്ലാം കൂടെ 1913 ലോകത്തെ സ്തംഭിപ്പിച്ച ഈ ഒരു ചെറിയ പുസ്തകത്തിന് നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ വുഡ് യു ബിലീവ് ഇറ്റ്? ദാറ്റ് വാസ് ദ ഗ്രേറ്റ്നസ് ഓഫ് ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ. അതുകൊണ്ട് മഹത്വത്തിന്റെ പാതയിലേക്ക് പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്നേഹവും ആശംസകളും ഒക്കെ നൽകുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. മെരി ക്രിസ്മസ്. ക്രിസ് ആൻഡ് ക്രിസ്റ്റീൻ അവർക്കും ഇതുപോലെ തന്നെ പേരൻസിന് വിൽഡ്യൂറന്റിന്റെ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ടൈം. ഇനി സമയമുണ്ട് നന്നാവാൻ. ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി, എന്തോ പേര് ഓട്ടോബയോഗ്രഫിയുടെ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ കൊടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെ. കുടുംബത്തിന് മൊത്തവുമായിട്ട് ടാഗോറിന്റെ ചെറിയ പുസ്തകമാണെങ്കിലും ഇത് വലിയ സംഭവമാണ്. നോബൽ പ്രൈസ് കിട്ടിയ ബുക്കാണ്. അതുകൊണ്ട് കയറി വിട്ടു. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു. ഡിസംബർ മാസം 23 തീയതി ചൊവ്വാഴ്ച കുറ്റപ്പുഴയിലെ ഞങ്ങളുടെ വീടാണ്. ഇവിടെ ഞങ്ങളെ തേടി വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിനോദും ലെനുവുമാണ്. ഇവര് 1998 അതായത് 27 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ എന്നും രാവിലെ വരുമായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോൾ ചെങ്ങന്നൂർക്കാരൻ ബിബി വരും. ബിബി എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. കോശായ എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി അമ്മ കട്ടൻ കാപ്പി ഇടും. ആ കാപ്പി എടുത്തോണ്ട് നേരെ അങ്ങ് വരും. എന്നെ ഞാൻ വിളിച്ചുണർത്തുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് 6:45 ആകുമ്പോഴത്തിന് ഇവരെല്ലാം വരും. വേറെ ആരൊക്കെയായിരുന്നു? ഷിയാസ്, ജിൽസ്, ജിനോ, നവാബ് ഉണ്ടായിരുന്നു, പ്രദീപ്. ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്, മനഃപൂർവ്വമല്ല. അങ്ങനെ 2 വർഷം വിശ്വഭാരതിയുടെ ഒരു പ്രാകൃത രൂപം വേണമെങ്കിൽ പറയാം. ഞാനത് ഡിഗ്രിക്ക് പഠിക്കും. ഇവരൊക്കെ 1 വർഷം 2 വർഷം സീനിയറേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീട് ഇവർക്ക് ഒത്തിരി ഫെമിലിയർ ആണ്. ഇവര് വന്നോണ്ടേ ആ മുറിയിൽ ഇരുത്തി ആ കോശ ഞങ്ങളെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കും വലിയ ഇമോഷണൽ ലൈഫ്. ഒരു മുറിയൊക്കെ കയറി കണ്ടു. ഇപ്പൊ അവര് വന്നിരിക്കുന്നത് അവരുടെ ഭാര്യമാരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ഞങ്ങളുടെ ജിഷയുണ്ട്, ക്രിസായിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ക്രിസിനെ കൊണ്ടുവരാം. ക്രിസ്റ്റിനുണ്ട്, സൗമ്യയുണ്ട്, ജുവാനുണ്ട്, അമേലിയ. അതുകൊണ്ട് അപ്പന്മാര് പഠിച്ച മുറിയൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. ഞങ്ങൾ ഈയിടെ ബാംഗ്ലൂരൊക്കെ ആയിരുന്നപ്പോൾ കണ്ടതാണ്. അതുകൊണ്ട് നല്ല ഒരു ഓർമ്മയാണ്. ഇപ്പോൾ എന്ത് പറയുന്നു വിനോദം? എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കോ? ഞങ്ങളിപ്പം കോളേജിൽ ഏകദേശം 27 കൊല്ലം കഴിഞ്ഞു ഞങ്ങള് ഇവിടെ വന്നിട്ട്. നമ്മള് കോളേജ് ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു. ഞങ്ങള് ക്ലാസ്സിൽ പോയി. വി ഹാഡ് എ വെരി ഗുഡ് ടൈം. ഓൾ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എച്ച് ബാച്ച്, ഹോളിവുഡ് ഹീറോസ്, ഞങ്ങളുടെ ഹീറോയിൻസും ഞങ്ങളുടെ പല കഥകളും അവിടെ വന്നു. ഒരു ഹീറോയിനെ എടുത്തോണ്ട് വരുന്നത്. അന്ന് നമ്മുടെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് സ്റ്റുഡൻസ് ഇവിടെ വന്നോണ്ടിരുന്ന സ്റ്റുഡൻസിന്റെ ബസ് വന്നോണ്ടിരുന്ന 40 ബസ്സായിരുന്നു അന്ന് മാർത്തോമ കോളേജിലല്ലേ. 40 ഇല്ല, 10 അപ്പൊ അങ്ങനെ കോശായിട്ട് വീട്ടിൽ വന്നു. ഞങ്ങള് ഇതിപ്പോ എല്ലാ സ്നേഹത്തിനും നന്ദി. ഒന്നും ആയിട്ടില്ല, ഇനി മൈൽസ് ടു ഗോ. 40കളിലായതേ ഉള്ളൂ. വി ഹാവ് മൈൽസ് ടു ഗോ. ഇനി ലെനുവിന് എന്തെങ്കിലും പറയാറുണ്ടോ? చాలా సంతోషం തന്നെയാണ്. ഈ മൊമെന്റ്സ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഗുരുത്വമൊന്നും വലിയൊരു അനുഗ്രഹമൊന്നും വേണമെങ്കിലും ഞാൻ പറയും. ഇതോടൊക്കെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നു.
ഇനി ജീവിക്കുന്ന അടുത്ത തലമുറയെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം ഇതൊക്കെയാണ്. വിസിറ്റ് യുവർ പേരൻസ്, വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ്, വിസിറ്റ് യുവർ ഗുരുക്കന്മാര്. These are the only moments which we can cherish in your life. ഞങ്ങൾ ഈയിടെ ബാംഗ്ലൂരിൽ വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ജിഷയുണ്ട്. സന്തോഷം. കുറെ നാൾ കഴിഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടുവാണോ? കുറെ നാൾ കഴിഞ്ഞിട്ട് കോളേജൊക്കെ കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷം. അതിന്റെ കൂട്ടത്തില് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്നിപ്പോ ഞങ്ങള് ജീൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കോളേജിലെല്ലാം പോയി ഇത് കണ്ടപ്പോൾ സന്തോഷം. Thank you so much. സൗമ്യ ഇതിലോട്ടോ പറയാൻ. ഇവരൊക്കെ പഠിച്ച് കോളേജ് കാണാൻ വിശ്വഭാരതിയുടെ ബേസ് ക്യാമ്പിൽ വരാൻ പറ്റി. സൗമ്യ മാത്സിൽ ഭയങ്കര ടോപ്പായിരുന്നു. മാത്സ് ടീച്ചറാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമും എപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ട്രിഗോണോമെട്രിക് ഐഡന്റിറ്റീസിന്റെ ആപ്ലിക്കേഷൻ വെച്ചുള്ള ഒരു വീഡിയോ ഞാനത് കണ്ടായിരുന്നു. എല്ലാം വലിയ വലിയ പുള്ളികളാ. സമയം റിയൽ മൊമെന്റ് ഈസ് യെറ്റ് ടു കം കേട്ടോ. കാര്യം ഞാൻ പറയും, ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ പോവുകയാണ്. സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇന്ന് അവര് ഒരു ലോകത്തിന്റെ മാപ്പ് എടുത്ത് അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ തുടങ്ങിയുണ്ടല്ലോ. എത്ര സ്പോട്ടിലാണെന്നറിയോ? എല്ലാ കോണ്ടിനെന്റ്സിലും നമുക്ക് ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ മാത്രമല്ല പിടി എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വി വിഷ് യു എ മെറി ക്രിസ്മസ്, വി വിഷ് യു എ മെറി ക്രിസ്മസ്, വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ, and a happy new year, and a happy new year. We wish you a Merry Christmas and a happy new year. So, small Amy say crying. There you go. Thank you. So, ഞങ്ങൾ വൈകിട്ട് 5:50 ആയപ്പോൾ തോംസൺ ബേക്കറി വന്നിരിക്കുകയാണ്. ഇതിനാ ഹൈറ്റ് അല്ലേ? അപ്പൊ ഇവിടെ കയറി ഉണ്ടാവും, ഇവിടെ ഉള്ള മൊത്തം എടുത്തോളാം. അങ്ങനെ ഇത് പേരന്റ് സെഷൻ ആണ്, അവിടെ കിഡ്സ് സെഷൻ ആണ്. അപ്പൊ അവരും വൈകിട്ട് 6 മണിയായിട്ട് സ്റ്റോക്ക് ഒക്കെ തീർന്നു പോയി. എന്നാലും ഞങ്ങളാലാവുന്ന രീതിയിൽ ഞങ്ങള് തോംസൺ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ. കട്ട്ലേറ്റ് വേണോ അവരുടെ? സോ വൈകിട്ട് 6:17 കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിസ്മസ് കം ന്യൂ ഇയർ കൂട്ടായ്മയ്ക്ക് ശേഷം ഇവരെല്ലാം തിരിച്ചു പോവുകയാണ്. എല്ലാം എൻജോയ് ചെയ്തല്ലോ? അതുകൊണ്ട് തന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക. വായിക്കായല്ലോ. ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയും അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒന്ന് കയറാം. ഒരു സെൽഫി ചേർത്ത് വീഡിയോയും സെൽഫി എടുക്കാം. ഓക്കെ, എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ, മെറി ക്രിസ്മസ്. താങ്ക് യു, ബൈ ബൈ. They came, they saw, they conquered. Thank you very much.